ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പോർഷനാണ് ബേസിക് പ്രൊപ്പഗേഷൻ മോഡൽസ് ഏതൊക്കെയാണോ ഉള്ളത്. നമുക്ക് മെയിൻലി സിലബസിൽ 3 മോഡൽസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ മെക്കാനിസംസ് എന്തൊക്കെയാണ്, മൊബൈൽ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്തൊക്കെ പ്രൊപ്പഗേഷൻ മെക്കാനിസംസ് ആണ് ഉള്ളത്. മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയായിരിക്കും? റിഫ്ലക്ഷൻ, ഡിഫ്രാക്ഷൻ ആൻഡ് സ്കാറ്ററിങ്. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഒക്കേഴ്സ് വെൻ എ പ്രൊപ്പഗേറ്റിംഗ് വേവ് ഹാസ് വേവ് ലെങ്ത് വെരി സ്മാൾ കമ്പയർഡ് ടു ലാർജസ്റ്റ് ഡയമെൻഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന് വേവ് ലെന്ത് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനേക്കാളും ഭയങ്കര സ്മാൾ ആണെങ്കിൽ, അത് ചെറുതാണെങ്കിൽ റിഫ്ലക്ഷൻ അവിടെ സംഭവിക്കും. അപ്പോൾ റിഫ്ലക്ഷൻ ഒക്കെ ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ആൻഡ് ഫ്രം ബിൽഡിങ്സ് ആൻഡ് വാൾസ്. അപ്പോൾ റിഫ്ലക്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളി റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റിഫ്ലക്ഷൻസ് പല രീതിയിലുണ്ട്. അപ്പോൾ റിഫ്ലക്ഷൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വരുന്നൊരു EI എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? എയ്തർ പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഫുള്ളി തന്നെ എന്ത് ചെയ്യാം, റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒപ്റ്റിക്സിലൊക്കെ പഠിച്ചതാണ് എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ റിഫ്ലക്റ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വേവ്സ് മേ ബി റിലേറ്റഡ് ടു ദ ഇൻസിഡൻറ്റ് ത്രൂ ദ ഫ്രസ്നൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഒരു റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് വഴി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. അപ്പോൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് നമ്മളൊരു സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് ടോ എന്ന് നമുക്ക് പറയാം. ടോ അല്ലെങ്കിൽ ഗാമ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നൊട്ടേഷൻ പേര് പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വേവ് പോളറൈസേഷൻ, ഇൻസിഡൻസ് ആംഗിളിനെയും അതുപോലെ ഫ്രീക്വൻസിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ടോ. നെക്സ്റ്റ് വരുന്ന ഒരു പ്രൊപ്പഗേഷൻ മെക്കാനിസം ആണ് എന്ത്? ഡിഫ്രാക്ഷൻ. അപ്പോൾ ഡിഫ്രാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡിഫ്രാക്ഷൻ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? അതായത് ട്രാൻസ്മിറ്റൻ്റെ റിസീവിൻ്റെ ഇടയ്ക്കുള്ള പാത്തിൽ എന്തെങ്കിലും ഷാർപ്പ് ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് മെക്കാനിസം പ്രൊപ്പഗേഷനാണ് എന്ത്? ഡിഫ്രാക്ഷൻ. അപ്പോൾ secondary waves are present throughout the space and giving rise to the bending of the waves. അപ്പോൾ അവിടെ നിന്ന് ആ ഒബ്സ്ട്രക്റ്റിംഗ് സർഫസ് നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സെക്കൻഡറി വേവ്സ് ജനറേറ്റ് ചെയ്യുകയും എന്ത് ചെയ്യും, അത് ബെൻഡിങ്ങിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഈ ഫിനോമിനൻ മെയിൻലി നമ്മൾ ഹൈജീൻസ് പ്രിൻസിപ്പിൾ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് പറയുന്നതെന്ന് വെച്ചാൽ ആൾ പോയിൻറ്റ്സ് ഓൺ ദ വേവ് ഫ്രണ്ട് ക്യാൻ ബി കൺസിഡേർഡ് ആസ് പോയിൻറ്റ് സോഴ്സസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. അപ്പോൾ മെയിൻലി ഹൈജീൻസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഒരു വേവ് ഫ്രണ്ടിലുള്ള എല്ലാ പോയിൻറ്റ്സിനും നമുക്ക് പോയിൻറ്റ് സോഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഈ പോയിൻറ്റ് സോഴ്സ് സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെ പ്രൊഡക്ഷന് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് ഹൈജീൻസ് പ്രിൻസിപ്പിളും ഡിഫ്രാക്ഷൻ. നെക്സ്റ്റ് വരുന്ന ഒരെണ്ണമാണ് സ്കാറ്ററിങ്. സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ആ ഒരു മീഡിയത്തിൽ എന്താണ്, ഒബ്ജക്ട്സിൻ്റെ ഡയമെൻഷൻ വളരെ സ്മോളാണെങ്കിൽ, അവിടെ നിന്ന് വേവ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? സ്കാറ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻ വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വേവ് ലെന്തിനേക്കാളും വളരെ ചെറുതാവുന്നെങ്കിൽ, when compared to wavelength, the object dimension is very small compared to the wavelength, then scattering occurs. Scattering waves are produced by rough surface small objects or by irregularity. അപ്പോൾ സ്കാറ്ററിങ് എങ്ങനെയൊക്കെ സംഭവിക്കാമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ റഫ് സർഫസ്, സ്മോൾ ഒബ്ജക്ട്സ് ഓർ ബൈ റെഗുലാരിറ്റീസ്. അപ്പോൾ ഈ 3 മെയിൻ ടൈപ്പ് പ്രൊപ്പഗേഷൻ മെക്കാനിസംസ് ആണുള്ളത്. ഇനി നമ്മൾ ഇത് 3 എന്താണ് ബേസിക്കായിട്ട് അറിഞ്ഞിരുന്നാൽ ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മെയിൻ പ്രൊപ്പഗേഷൻ മോഡൽസ് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ പറയുന്ന ഒരു പ്രൊപ്പഗേഷൻ മോഡലാണ് എന്ത്? ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ. ഇത് നമ്മൾ നേരത്തെയും കഴിഞ്ഞ മൊഡ്യൂളിലും ഒക്കെ അതിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചതാണ്. അതായത് ലിങ്ക് ബഡ്ജറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് പഠിച്ചായിരുന്നു. അപ്പോൾ അത് ലൈൻ ഓഫ് സൈറ്റ് വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ എന്ന് പറയുന്നത്. സോ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് to predict the received signal strength when the transmitter and receiver have a clear line of sight path between them. അപ്പോൾ റിസീവറും ട്രാൻസ്മിറ്ററും തമ്മിൽ ക്ലിയർ ലൈൻ ഓഫ് സൈറ്റ് പാത്ത് മാത്രമാണ് ഉള്ളെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു മോഡലാണ് എന്ത്? ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന മെയിൻലി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ മൈക്രോവേവ് ലൈൻ ഓഫ് സൈറ്റ് ലിങ്ക്സിലൊക്കെയാണ് ഈ ഒരു മോഡൽ നമ്മൾ റിസീവ്ഡ് പവറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പാത്ത് ലോസ് അങ്ങനെയുള്ള ചില എന്താണ്
ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നീ നമുക്ക് പാരാമീറ്ററായ റിസീവ്ഡ് പവർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പാത്ത് ലോസ് കണ്ടുപിടിക്കാം, ഏത് വേണോ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് വേണോ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഫ്രീ സ്പേസ് റിസീവ്ഡ് പവർ ഓഫ് റിസീവർ ബൈ എ റിസീവർ ആൻറ്റിന സെപ്പറേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ദ ട്രാൻസ്മിറ്റർ ഈസ് ഗിവൺ ബൈ ഫ്രീസ് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഫ്രീ സ്പേസ് മോഡലിൽ നമ്മൾ ഫ്രീസ് ഇക്വേഷൻസ് യൂസ് ചെയ്ത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആൻറ്റിന തിയറി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിലായിരിക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഒരു ട്രാൻസ്മിറ്റർ റിസീവറും തമ്മിൽ എന്താണ് d ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസീവ്ഡ് പവർ ഇങ്ങനെ എഴുതാം, PR ഓഫ് d ഈക്വൽ ടു PT ഇൻറ്റു GT ഇൻറ്റു GR ഇൻറ്റു ലാംഡ സ്ക്വയർ ബൈ 4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു D സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ L എന്ന് ഡിനോട്ട് ചെയ്യും. ഇവിടെ PT എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് പവർ, PR എന്ന് പറയുന്നത് റിസീവ് പവർ, GT GR എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ഓർ റിസീവർ ആൻറ്റിന ഗെയിനും, L എന്ന് പറയുന്നത് പാത്ത് ലോസ് ഫാക്ടർ ആയിരിക്കും. അത് യൂഷ്വലി L ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത്. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെന്താണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 4 ഇൻറ്റു എഫക്റ്റീവ് അപ്പർച്ചർ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ എന്നാണ് ഗെയിൻ്റെ ഇക്വേഷൻ. എന്നാൽ ലാംഡയുടെ ഇക്വേഷനൊക്കെ ഇത് മെയിനായിട്ടുള്ള ഇക്വേഷൻ, റിസീവ്ഡ് പവറിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക. PT ഇൻറ്റു GT ഇൻറ്റു GR ലാംഡ ബൈ 4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 D സ്ക്വയർ ഇൻറ്റു L എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്ക് ലോസ് ഫാക്ടർ നമുക്ക് എഴുതാം. ലോസ് ഫാക്ടർ ഉണ്ടാകുന്നത് അറ്റിന്യൂഷൻ, ഫൈബർ ലോസ്, ആൻറ്റിന ലോസ് കാരണമാണ്. അപ്പോൾ L ഈക്വൽ ടു 1 എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് EIRP എന്ന് പറഞ്ഞാൽ എന്താണ്, PT ഇൻറ്റു GT. അപ്പോൾ പാത്ത് ലോസിന് നമുക്ക് എങ്ങനെ എഴുതാം, പാത്ത് ലോസ് എന്ന് പറഞ്ഞാൽ 10 ലോഗ് ട്രാൻസ്മിറ്റഡ് പവർ ബൈ റിസീവ്ഡ് പവർ ആണ്. അപ്പോൾ 10 ലോഗ് PT ബൈ PR എന്ന് ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ, 10 ലോഗ് 4 ദ ഹോൾ സ്ക്വയർ D സ്ക്വയർ ബൈ GT GR ലാംഡ സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു നെഗറ്റീവ് സൈൻ കൊടുത്ത് നെഗറ്റീവ് 10 ലോഗ് GT GR ലാംഡ സ്ക്വയർ ബൈ 4 സ്ക്വയർ D സ്ക്വയർ എന്ന് എഴുതാം. 4 ദ ഹോൾ സ്ക്വയർ D സ്ക്വയർ ആണ്. അപ്പോൾ GT GR ഈക്വൽ ടു 1 എന്ന് ഡിനോട്ട് ചെയ്താൽ നമുക്ക് പാത്ത് ലോസ് DBയിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, 10 log PT by PR equal to minus 10 log lambda square by 4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു D സ്ക്വയർ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ ആ പാത്ത് ലിങ്ക് കാൽക്കുലേഷനിൽ നമ്മൾ പറഞ്ഞു പാത്ത് ലോസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന്. അതിൽ നമ്മൾ തിരിച്ചാണ് എഴുതിയത്, 4 D ദ ഹോൾ സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ എന്നാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ ഇത് തിരിച്ചെഴുതുമ്പോൾ ഒരു മൈനസ് സൈനും കൂടെ കൊടുക്കണം, ഏതെങ്കിലും ഒരു രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഫ്രാൻഹോഫ്നർ ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്രാൻഹോഫ്നർ ഡിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, DF എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഫ്രാൻഹോഫ്നർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ആൻറ്റിന മാക്സിമം റേഡിയേഷൻ കൊടുക്കുന്ന ഒരു റീജിയനെയാണ് ഫ്രാൻഹോഫ്നർ റീജിയൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, DF ഈക്വൽ ടു 2D സ്ക്വയർ ബൈ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യാം, വേർ D is the largest physical dimension of the antenna. ഇനി if the received power PRD at any distance D greater than D0 നമുക്ക് എങ്ങനെ എഴുതാം, ഇപ്പോൾ D greater than D0യിലുള്ള പവറാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് PRD ഈക്വൽ ടു PR D0 ഇൻറ്റു D0 ബൈ D ദ ഹോൾ സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യാം. അതിന് DBയിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10 ലോഗ് എടുത്താൽ മതി. ഇപ്പോൾ DBM ആണെങ്കിൽ നമുക്ക് ആ 10 ലോഗ് PRൻ്റെ അവിടെ PR ഡിവൈഡ് ബൈ 1 മില്ലി വാട്ടെന്നും കൂടെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇതാണ് എന്ത്, ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ, നേരത്തെ പഠിച്ചത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസ്മിറ്ററും റിസീവറും വെച്ചിട്ട് ഒരു ലൈൻ ഓഫ് സൈറ്റ് പാത്തങ്ങ് വരച്ചാൽ മതി. ഇതങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. നെക്സ്റ്റ് വരുന്നൊരു പ്രൊപ്പഗേഷൻ മോഡലാണ് എന്ത്, ഗ്രൗണ്ട് റിഫ്ലക്ഷൻ മോഡൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഗ്രൗണ്ട് റിഫ്ലക്ഷൻ മോഡലിനെ നമ്മൾ എന്തെന്നും പറയും, 2-ray മോഡലെന്നും പറയപ്പെടുന്നുണ്ട്. The 2-ray generated reflection model is based on the geometric optics and consider both direct path and ground reflected path between transmitter and receiver. അപ്പോൾ 2-ray മോഡലിൽ എങ്ങനെയാണ്, 2-ray മോഡലിൽ നമ്മൾ ബോത്ത് ദ ഡയറക്റ്റ് പാത്തും കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് പാത്തും കൺസിഡർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഡയറക്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ഓഫ് സൈറ്റ് പാത്ത്. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് പാത്തും കൺസിഡർ ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് പാത്തും കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ട് റിഫ്ലക്ഷൻ മോഡൽ എന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളിന് ഒരു 2-ray മോഡൽ കൺസിഡർ ചെയ്യുന്നു. കണ്ടോ, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, റിസീവർ ഉണ്ട്, രണ്ടിൻ്റെയും സെപ്പറേഷൻ D ആണ്. ഹൈറ്റ്, ട്രാൻസ്മിറ്റർ ഹൈറ്റ് HT, റിസീവർ ഹൈറ്റ് HR. ഈ LOS എന്ന് പറയുന്നത് എന്താണ്? ലൈൻ ഓഫ് സൈറ്റ് പാത്തും ഈ G എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് പാത്തും ആയിരിക്കും. അതാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഒരെണ്ണം ഇങ്ങനെ വന്ന് തട്ടി ഗ്രൗണ്ടിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. θ എന്ന് പറയുന്ന ഇൻസിഡൻസ് ആംഗിളും θ0 എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് ആംഗിളും ആണ്. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഈ LOS പ്ലസ് ഈ G എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മളുടെ ഫ്രീ സ്പേസ് ഇലക്ട്രിക് ഫീൽഡ് E0 ആണ്, അറ്റ് റെഫറൻസ് ഡിസ്റ്റൻസ് D0 ആണെങ്കിൽ നമുക്ക് പ്രൊപ്പഗേഷൻ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? E of dt ഈക്വൽ ടു E0 d0 ബൈ d കോസ് ഒമേഗ c ഇൻറ്റു t മൈനസ് d ബൈ c എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കുക. അപ്പോൾ ഈ dt എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? E0 d0 ഡിവൈഡ് ബൈ d ഇൻറ്റു കോസ് ഒമേഗ c ഇൻറ്റു t മൈനസ് d ബൈ c എന്ന് ഡിനോട്ട് ചെയ്യാം. E0 d0 ബൈ d എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ എൻവലപ്പായിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു LOS, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ LOS ഉണ്ട്, ഈ G ഉണ്ട്, അത് രണ്ടിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ജോബ്. അപ്പോൾ നമ്മൾ LOS ഫസ്റ്റ് കമ്പോണൻ്റ് ആയ ലൈൻ ഓഫ് സൈറ്റ് കമ്പോണൻ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എഴുതുക. അപ്പോൾ നമ്മുടെ ഫിഗർ നോക്കുമ്പോൾ ട്രാൻസ്മിറ്റർ റിസീവർ ഉണ്ട്. ഈ LOS എന്ന് പറയുന്ന ആ ഒരു പാത്തിൽ വരുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് ഡിനോട്ട് ചെയ്യാം? D' എന്ന് നിങ്ങൾ ഡിനോട്ട് ചെയ്തോണം. ഫിഗറിൽ ഇപ്പോൾ ഡിനോട്ട് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ ഈ LOSൻ്റെ കൂടെ ഒരു D' എന്നും കൂടെ ഡിനോട്ട് ചെയ്യുക. അതുപോലെ EG എന്ന് പറയുന്ന ആ ഒരു റിഫ്ലക്റ്റഡ് പാത്തിനെ നമുക്ക് D" ആയിട്ട് എന്ത് ചെയ്യാം? ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് LOS കമ്പോണൻറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ എഴുതാം? ഈ LOS D' T ഈക്വൽ ടു നേരത്തെ പറഞ്ഞ ഇക്വേഷൻ E0 d0, ഇവിടെ ഡിക്ക് വരെ എന്താവും? D' ആവും. കോസ് ഒമേഗ c t മൈനസ് ഡിക്ക് പകരം D' ബൈ c എന്ന് ഇക്വേഷൻ ചേഞ്ച് ആവും. അതുപോലെ ഗ്രൗണ്ട് റിഫ്ലക്ഷൻ ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ എഴുതാം? EG ഓഫ്, ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു D" ആവും. അപ്പോൾ D" ഈക്വൽ ടു, അപ്പോൾ റിഫ്ലക്റ്റഡ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ റിഫ്ലക്ഷൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ടേംസിലാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഫാക്ടർ വരും. എന്തായിരിക്കും? റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റായ ടോ, നേരത്തെ പറഞ്ഞായിരുന്നു ടോ. അപ്പോൾ ടോ ഇൻറ്റു E0 d0 ബൈ D'. D എന്ന് പറയുന്നത് എന്തായി? D" ആയി. കോസ് ഒമേഗ c ഇൻറ്റു t മൈനസ് D" ബൈ c എന്ന് ഇക്വേഷൻ ചേഞ്ച് ആവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം ഫിഗറാണ്, ഒന്നുകൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ലോസ് പ്ലസ് EG എന്നായിരിക്കും. നമ്മൾ ഈ ടോയുടെ വാല്യൂ എപ്പോഴും -1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ടോയുടെ വാല്യൂ -1 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ടോട്ടൽ നമുക്ക് എങ്ങനെ എഴുതാം? E0 d0 ബൈ D' കോസ് ആ ഫാക്ടർ മൈനസ് E0 d0 D" കോസ് മറ്റേ ഫാക്ടർ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? D" മൈനസ് D' എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ തന്നെ ഫിഗർ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് കൊടുത്തേക്കുകയാണ്. കണ്ടോ, D' D" ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ഇതിൽ നിന്ന് എന്താണ് പാത്ത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ എങ്ങനെ കിട്ടും? D" മൈനസ് D' എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് HR പ്ലസ് HT ദ ഹോൾ സ്ക്വയർ പ്ലസ് D² മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് HT മൈനസ് HR ദ ഹോൾ സ്ക്വയർ പ്ലസ് D². ചെയ്ത് നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ട്രിഗ്നോമെട്രിക് തിയറിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് D" മൈനസ് D' ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റേനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഇത് സോൾവ് ചെയ്ത് നമുക്ക് 2HT HR ബൈ D എന്ന് ഫൈനലി നമുക്ക് പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ കിട്ടും.
അപ്പോൾ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ 2ht ഇൻറ്റു HR/d എന്ന് ഇക്വേഷൻ കിട്ടും. ഇതിന് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തീറ്റ ഡെൽറ്റ എന്ന് പറയുന്നത് 2π∆/λ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ ഇൻറ്റു ω/c/c എന്നും ഡിനോട്ട് ചെയ്യാം. ടൈം ഡിലേ എന്ന് പറയുന്നത് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? Δ/c എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺസിഡർ t = d∬c. നമ്മൾ നേരത്തെ ഈ ടോട്ടൽ കണ്ടുപിടിച്ച ആ ഒരു ഇക്വേഷനിൽ നമ്മൾ tക്ക് d∬c എന്ന് കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ ചേഞ്ച് ആവും ഈ ഒരു ഇക്വേഷൻ? ഈ ടോട്ടൽ എന്ന് പറയുന്നത് E0 d0 d ഡാഷ് cos ωc മൈനസ് d∬d'/c എന്നും മറ്റേ കോസ് ഫാക്ടർ 0 ആവുകയും ചെയ്യും. അപ്പോൾ cos 0 എന്ന് പറയുന്നത് എന്താവും? 1 ആവും. അപ്പോൾ നമുക്ക് E0 d0/d ഡാഷ് cos തീറ്റ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറഞ്ഞ് Δωc/c കണ്ടോ? അപ്പോൾ അതിന് ഈക്വലാണ് തീറ്റ ഡെൽറ്റ. cos തീറ്റ ഡെൽറ്റ മൈനസ് E0 d0/d' എന്ന് നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ആവും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? E0 d0 ഇൻറ്റു cos തീറ്റ ഡെൽറ്റ മൈനസ് 1 എന്ന് എന്ത് ചെയ്യാം? ഡിനോട്ട് ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞ് E0 d0/d എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി E0 d0/d ഡാഷ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു E0 d0/d'. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു d ആയിട്ട് എടുത്തത്, E0 d0/d ആയിട്ട് എടുത്തത്. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? ഈ ടോട്ടൽ, അതായത് ഈ ടോട്ടൽ d എന്ന് പറയുന്നത് നമുക്ക് E0 d0/d ഇൻറ്റു √2 - 2 cos തീറ്റ ഡെൽറ്റ എന്ന് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ട്രിഗണോമെട്രിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 2E0 d0/d ഇൻറ്റു സൈൻ തീറ്റ ഡെൽറ്റ/2 എന്ന് ഇക്വേഷൻ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആ ഇക്വേഷൻ വരെയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി ഒരു അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് സൈൻ തീറ്റ ഡെൽറ്റ/2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ഡെൽറ്റ/2 ആയിരിക്കും. ഇനി ഈ തീറ്റ ഡെൽറ്റ/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീറ്റ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? 2π ഇൻറ്റു Δ/λ എന്നാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് 2ht HR/d. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തീറ്റ ഡെൽറ്റ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? തീറ്റ ഡെൽറ്റ/2 എന്ന് പറയുന്നത് 2π∗ HR/λd എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ ഡെൽറ്റ/2ന് പകരം നമുക്ക് 2π∗ HR/λd എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ടോട്ടൽ ഓഫ് t എന്ന് പറയുന്നത് എങ്ങനെ വരും? 2E0 d0/d ഇൻറ്റു 2π∗ HR/λd. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 4πE0 d0 HR/λd² എന്ന് ഈ ടോട്ടൽ എഴുതാം. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് റിഫ്ലക്ഷൻ മോഡലിൻ്റെ അല്ലെങ്കിൽ 2 ray മോഡലിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. 2E0 d0/d ഇൻറ്റു 2π∗ HR/λd. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ഈ ടോട്ടൽ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഫ്രീസ് ഇക്വേഷനില്ലേ, ഫ്രീസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ലൈൻ ഓഫ് സൈറ്റ് ഇക്വേഷൻ, അതെന്തായിരുന്നു? ഗ്രൗണ്ട്, അതായത് നമ്മുടെ സാധാ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡലിൽ റിസീവ്ഡ് പവർ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? PR of d ഈക്വൽ ടു PT GT ഇൻറ്റു GR ഇൻറ്റു λ²/4πd² ഇൻറ്റു L എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. L എന്ന് പറയുന്നത് 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ അവിടെ റിസീവ്ഡ് പവറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതും നമ്മുടെ ഈ ടോട്ടലിൻ്റെ ഇക്വേഷനൂടെ ഇക്വേറ്റ് ചെയ്യുക. ഈ ടോട്ടലിൽ നിന്ന് നമുക്ക് ലാംഡയുടെ ടേംസിൽ ലാംഡ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ലാംഡയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ആ ലാംഡയുടെ ഇക്വേഷൻ നമ്മൾ എന്തിൽ കൊടുക്കുക? ഫ്രീസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഇക്വേഷനിൽ ഉള്ള ലാംഡയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഈ 2 ray മോഡലിലെ പവർ എന്ന് പറയുന്നത്, റിസീവ്ഡ് പവർ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? റിസീവ്ഡ് പവർ ഈക്വൽ ടു PT ഇൻറ്റു GT ഇൻറ്റു GR ഇൻറ്റു HT² ഇൻറ്റു HR² ഡിവൈഡഡ് ബൈ D⁴ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അത് നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ ഇൻ്റർമീഡിയറ്ററി സ്റ്റെപ്സ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അതിനെ തന്നെ നമ്മൾ അപ്പോൾ PR എന്ന് പറയുന്നത് PT എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. അപ്പോൾ പാത്ത് ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
10 ലോഗ് പി ടി ബൈ പി ആർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാത്ത് ലോസ് ഡി ബിയിൽ എന്തെന്ന് കിട്ടും? 40 ലോഗ് ഡി മൈനസ് 10 ലോഗ് ജി ടി പ്ലസ് 10 ലോഗ് ജി ആർ പ്ലസ് 20 ലോഗ് ജി ടി പ്ലസ് 20 ലോഗ് എച്ച് ആർ എന്ന് നമ്മുടെ ആ ഇക്വേഷൻ ചേഞ്ച് ആകും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വരുന്ന ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനും ക്ലിയർ ആയിട്ട് ഡിറൈവ് ചെയ്യണം, അതുപോലെ പാത്ത് ലോസിൻ്റെ ഇക്വേഷനും ക്ലിയർ ആയിട്ട് ഡിറൈവ് ചെയ്യണം. ഏത് വേണോ ചോദിക്കാം, ചിലപ്പോൾ പാത്ത് ലോസ് ഡിറൈവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വരെ ഡിറൈവ് ചെയ്തിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നത്? ഫ്രീസ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താണ് പാത്ത് ലോസ് ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ ഇതാണ് ടൂറേ മോഡലിലെ പാത്ത് ലോസിൻ്റെ ഇക്വേഷൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എഴുതി നോക്കിയാൽ മതി, എഴുതി നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ.